ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ വൈറലായിട്ടുണ്ട്. സംഗതി എന്തെന്നറിയാൻ യൂട്യൂബിൽ ആ ഇന്റർവ്യൂ മുഴുവനും ഒന്ന് കണ്ടുനോക്കി. ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ പേര് നൈനിഷ എന്നാണെന്ന് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. സംഭവം ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചത് അതിന് താഴെ വന്ന ഒരു കമന്റാണ്. ഇങ്ങനെ ഒരു കുടുംബത്തിലെ രണ്ടുപേർ സംസാരിക്കുന്നത് പോലെ ജാടയില്ലാതെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് എന്താണെന്നോ, മറ്റവൻ അവന്റെ നാട്ടിലെ കുളിമുറികളിൽ പെണ്ണുങ്ങൾ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കിയതിനെ പറ്റിയാണ്. അത് കേട്ട് ക്യൂരിയോസിറ്റി അടക്കാനാവാതെ ചിരിച്ച് കളിച്ച് പ്രോത്സാഹിപ്പിച്ച് ആ കഥ മുഴുവൻ കേൾക്കാനിരിക്കുന്ന ആളാണ് കൂടെയുള്ളത്. ചെക്കൻ എന്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട് ഒളിഞ്ഞു നോക്കാൻ എന്ന് പറയുമ്പോൾ ഇവർ പറയും ഒരേ വൈബുള്ള ആളല്ലേ എന്ന്. അങ്ങനെ ചെക്കന് ഇടയ്ക്ക് വല്ലതും ഈ കഥയ്ക്കിടെ പറയാൻ കിട്ടാതെ വന്നാൽ കഥയുടെ ഫ്ലോ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാൽ വാക്കുകൾ പറഞ്ഞുകൊടുത്ത് ഭയങ്കര പ്രോത്സാഹനമാണ് ഈ ഇന്റർവ്യൂ എടുക്കുന്നയാൾ. ഉദാഹരണത്തിന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാണെന്ന് ചെക്കന് പറയാൻ കഴിയാതെ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി അത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിച്ച്. വെറുതെ അല്ല കമന്റ് ഇട്ട ആൾക്ക് തോന്നിയത് ഒരു കുടുംബത്തിലെ രണ്ടു പേരെ പോലുണ്ട് എന്ന്. അനിയന്റെ ബാത്റൂം ഒളിഞ്ഞു നോട്ട കഥകൾ കേട്ട് പ്രോത്സാഹിപ്പിച്ച് പുളകം കൊള്ളുന്ന ചേച്ചി എന്നൊന്നും എഴുതാഞ്ഞത് ഭാഗ്യം. ഇവരുടെ ഇടയിൽ കുടുംബത്തിലെ ആളുകളൊക്കെ ഇങ്ങനെയായിരിക്കുമോ ഇനി? ഡിസ്കസ്റ്റിംഗ് ആയി തോന്നുന്ന പല അവതാരകരെയും കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു മേഖലയിലെ ഇത്തരം ആളുകളെ ഒരു അത്ഭുതമായി തോന്നിയത് ഈ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. ഇന്റർവ്യൂ അവസാനിക്കാറാകുമ്പോൾ ഈ വ്യക്തി പറയും, ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായാലും ഈ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞില്ലേ, ശരിക്കും അതിന് കാരണം ആരാണെന്ന്? ആരുമല്ല, അവന്റെ ബാത്റൂം ഒളിഞ്ഞു നോട്ട കഥകൾ. അതാണ് അവന് അവസരം നേടിക്കൊടുത്തത്. എന്റെ വീടിനടുത്തും ഇങ്ങനെ ഒരാൾ പണ്ടുണ്ടായിരുന്നു. കഷ്ടകാലത്തിന് അയാൾ മരിച്ചുപോയി. അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാമായിരുന്നു. നല്ല നല്ല കഥകൾ കിട്ടിയനെ, നല്ല റീച്ചും. എന്നെ ഏറ്റവും ആകർഷിച്ച മറ്റൊരു കാര്യം ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആളിന്റെ ആ ആത്മാർത്ഥതയാണ്. ഈ ബാത്റൂം ഒളിഞ്ഞു നോട്ട കഥകൾ തന്റെ പ്രേക്ഷകരിൽ എത്തിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, മാക്സിമം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരതിൽ വിജയിക്കുകയും ചെയ്തു. 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 15-16 വയസ്സിൽ നടന്ന സംഭവം എന്ന നിലയ്ക്കാണ് ഈ കഥകൾ പറയുന്നത്. അന്ന് ബുദ്ധിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും വളരെ ലാഘവത്തോടെ ഒരു കളിച്ചിരിയോടെയൊക്കെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഒട്ടും റിഗ്രറ്റ് ഉണ്ടെന്ന് കണ്ടാൽ തോന്നില്ല. ഒരാൾ ചെറിയ പ്രായത്തിൽ ചെയ്ത വളരെ മോശമായ ഒരു പ്രവൃത്തി അയാൾ കുറച്ച് വലുതായിട്ടും ഒട്ടും റിഗ്രറ്റ് ഇല്ലാതെ വിശദീകരിക്കുന്നത് നാട്ടുകാരെ കേൾപ്പിച്ചിട്ട് എന്താണ് ഈ ചാനലുകാർ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ നോർമൽ ആണെന്ന് വരുത്തി തീർക്കലാണോ? ഇത്തരം മൈൻഡ് സെറ്റ് ഓക്കെയാണ്. പെണ്ണുങ്ങളെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതൊക്കെ കൂളാണ്, പിന്നീട് പബ്ലിക്കായി അയവർക്കാനുള്ള കളിചിരിയോടെ വിശദീകരിക്കാനുള്ള ഒരു സംഭവം മാത്രമാണ് ഇതൊക്കെ എന്നാണോ? അത് കേട്ട് ഇന്റർവ്യൂ ചെയ്യുന്നയാൾ ഇരിക്കുന്നത് പോലെ ക്യൂരിയോസിറ്റിയോടെ ചിരികളിയോടെ ഇരിക്കുന്നവരാണ് എല്ലാ പെണ്ണുങ്ങളും എന്നോ? വോയറിസം അഥവാ ഒളിഞ്ഞു നോട്ടം ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ്, മറ്റൊരാളുടെ പ്രൈവസിയിലേക്കുള്ള നുഴഞ്ഞുകയറ്റമാണ്. അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് എന്നൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് അറിയാഞ്ഞിട്ടാണോ? അതിന്റെ ഇടയ്ക്ക് ഈ മമ്മു എന്ന വ്യക്തി തന്റെ വീരസാഹസിക കഥകളിൽ മംഗലം അഥവാ കല്യാണവുമായി ബന്ധപ്പെട്ട എന്തോ ഒളിഞ്ഞുനോട്ടം കൂടിയുണ്ട് എന്ന് പറയാൻ ശ്രമിച്ച് പാതിക്ക് വെച്ച് നിർത്തുന്നുണ്ട്. മിക്കവാറും ഫസ്റ്റ് നൈറ്റ് ഒളിഞ്ഞുനോട്ട കഥകളാവും. ടീനേജേഴ്സിൽ ലൈംഗികത, നഗ്ന ശരീരം, പ്രൈവസി ഇതിനോടൊക്കെ കൗതുകം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് നോർമൽ അല്ലാതെയാകുന്നത് ആ ക്യൂരിയോസിറ്റിയും കടന്ന് മറ്റുള്ളവരെ സീക്രട്ടായി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് ഒരു പതിവാകുമ്പോഴും പേഴ്സണൽ സ്പേസ്, ബൗണ്ടറി എന്നിവ മനസ്സിലാക്കാതെ പെരുമാറുമ്പോഴുമാണ്. ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു വലിയ വാർണിംഗ് സൈൻ ആണ്. അതിന്റെ അടുത്തപടി പലപ്പോഴും വീട്ടിലെ അംഗങ്ങളെ, സിബ്ലിംഗ്സിനെ, അന്യരെയൊക്കെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുക, വസ്ത്രം മാറുന്നത് ഒളിഞ്ഞു നോക്കുക, ക്യാമറയിൽ പകർത്തുക, ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ആയിരിക്കും. ഈ ഒരു വിഷയം ഒരിക്കലും ചിരിച്ചു കളിച്ച് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു വിഷയമല്ല. പല കാരണങ്ങൾ കൊണ്ടാകാം ഒരാൾ ഇങ്ങനെ പെരുമാറുന്നത്. നല്ല സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തത്, പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള അഡൽട്ട് കോണ്ടന്റിന് എക്സ്പോസ്ഡ് ആയത്, പാസ്റ്റ് ട്രോമ അല്ലെങ്കിൽ അബ്യൂസ് അനുഭവിച്ചത് കൊണ്ട്, സ്വഭാവ വൈകല്യം, എമ്പതി ഇല്ലായ്മ, ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരൽ, അങ്ങനെ പലതും ഇതിന് കാരണമാകാം. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് വരെ തേടേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങൾ ചാനലുകാർ റീച്ചിന് വേണ്ടി ചുമ്മാ ഒരു തമാശയാക്കി അവതരിപ്പിച്ചത്. ഇത്രയും ഒളിഞ്ഞു നോട്ട കഥകൾ കേട്ടപ്പോൾ കുലുങ്ങി ചിരിക്കുന്നതിന് പകരം ആ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി 2 വാക്ക് കൺസെന്റ്, പ്രൈവസി, എമ്പതി എന്നിവയെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പൊടിക്കെങ്കിലും പ്രൊഫഷണലിസം ഉണ്ടെന്ന് പറയാമായിരുന്നു. ഇതിപ്പോ എന്തൊരു ഡിസ്ഗസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അവർക്കപ്പോൾ. ടീനേജേഴ്സിലെ വോയറിസം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്, കമ്പാഷനോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ ഇപ്പോ ഇതൊരു തമാശ പോലെ വന്നിങ്ങനെ പറയില്ലായിരുന്നു. ഇവിടെ ഇപ്പോ ഇന്റർവ്യൂ ചെയ്തയാൾ ആ വിഷയം കൈകാര്യം ചെയ്ത രീതി കണ്ടിട്ട് ഇതെല്ലാം വളരെ നോർമലാണ്, ചിരിച്ചു കളിച്ച് തമാശ പറയേണ്ട ഒരു സംഗതിയാണ് എന്നായിരിക്കും അയാൾക്കും ഇത് കേട്ട അയാളുടെ ഫാൻസ് ആയ ഒട്ടനവധി ടീനേജേഴ്സിനും തോന്നിക്കാണുക. പിന്നെ എല്ലാം റീച്ചിന് വേണ്ടിയാണല്ലോ എന്നതാണ് ഇതിന്റെ ക്യൂരീസ്. അപ്പൊ എന്താണ് ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.